വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിലെ ഇൻഷുറൻസ് എന്ന ഭാഗത്തെക്കുറിച്ചാണ്. ഈ ഒരു ഭാഗത്തിൽ നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡാണ്. 2019, 18, 17, 16 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. എന്താണ് ഇൻഷുറൻസ് എന്നും പാർട്ടീസ് ഓഫ് ഇൻഷുറൻസ്, പ്രിൻസിപ്പിൾസ്, ഫങ്ഷൻസ്, ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, റോൾസ്, ഇതാണ് മെയിനായിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ? ഇൻഷുറൻസ് ഈസ് എ പ്രാക്ടീസ് ഓർ അറേഞ്ച്മെൻറ്റ് ബൈ വിച്ച് കമ്പനി ഓർ ഗവൺമെൻറ് ഏജൻസീസ് പ്രൊവൈഡ്സ് എ ഗ്യാരണ്ടി ഓഫ് കോമ്പൻസേഷൻ ഫോർ സ്പെസിഫൈഡ് ലോസ്, ഡാമേജസ്, illness or death in return for a payment of a premium. In some senses, it's things providing protection against a possible eventuality. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ പ്രീമിയം അടയ്ക്കുന്നതിന് പകരമായിട്ട് സ്പെസിഫൈഡ് ലോസ്, ഡാമേജസ്, ഇൽനെസ്, ഡെത്ത് എന്നിവയ്ക്ക് കോമ്പൻസേഷൻ്റെ ഗ്യാരണ്ടി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയോ ഗവൺമെൻറ് ഏജൻസിയോ ആണ് ഈ പറയുന്ന ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, definition of insurance are a contract in which an individual or entity receives financial protection or reimbursement against losses from a company. The company pools clients' risk to make payments more affordable for the insured. ഒരു ഇൻഷുറൻസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഒരു കമ്പനിയിൽ നിന്നുള്ള ലോസുകൾക്കെതിരെ ഒരു വ്യക്തിയോ ഇൻസ്റ്റിറ്റ്യൂഷനോ ഫിനാൻഷ്യലി ആയിട്ടുള്ള റീഇംബേഴ്സ്മെൻറ്റ് ലഭിക്കുന്ന ഒരു കോൺട്രാക്റ്റ്, അതാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇവിടെ പേയ്മെൻറ്റുകൾ കൂടുതലായിട്ട് ഇൻഷുർ ചെയ്യുന്നതിന് കമ്പനിയുടെ ക്ലയൻറ്റുകളുടെ റിസ്കുകൾ പരിഹരിക്കുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, പാർട്ടീസ് ഓഫ് ഇൻഷുറൻസ്. ദർ ആർ 3 പാർട്ടീസ് ഓഫ് ഇൻഷുറൻസ്: ഇൻഷുർഡ്, ഇൻഷുറർ, ബെനിഫിഷ്യറി. ഇൻഷുർഡ് എന്ന് പറയുകയാണെങ്കിൽ ദ പേഴ്സൺ സീക്കിംഗ് സം ഷുവർട്ടി എഗെയിൻസ്റ്റ് ദ പോസിബിൾ ലോസസ് ഈസ് കാൾഡ് ഇൻഷുർഡ്. ഇൻഷുറൻസിൽ സാധ്യമായ ലോസിനെതിരെയായിട്ട് കുറച്ച് ഷുവർട്ടി തേടുന്ന വ്യക്തിയെ പറയുന്നതാണ് ഇൻഷുർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻഷുറർ എന്ന് പറയുകയാണെങ്കിൽ ദ പേഴ്സൺ കോൺട്രാക്റ്റിംഗ് ഇൻ ഇൻഡെംനിഫൈ അഗെയിൻസ്റ്റ് ദ ലോസസ് ഈസ് ദി ഇൻഷുറർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടം നികത്താൻ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നയാളെയാണ് നമ്മൾ ഇൻഷുറർ എന്ന് പറയുന്നത്. ബെനിഫിഷ്യറീസ് എന്ന് പറയുകയാണെങ്കിൽ ദ പേഴ്സൺ ടു വൂം ദ ഇൻഡെംനിറ്റി ഈസ് പെയ്ഡ് ഈസ് ദി ബെനിഫിഷ്യറീസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡെംനിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തി, അതാണ് അവരുടെ ബെനിഫിഷ്യറീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ചില ടേംസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഷുറൻസ് പോളിസീസ്. ഫസ്റ്റ് വൺ, ദ റിട്ടേൺ കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസ് ഈസ് ദ പോളിസീസ്. റിട്ടേൺ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. പ്രീമിയം എന്ന് പറയുകയാണെങ്കിൽ ദ പ്രൈസ് പെയ്ഡ് ബൈ ദ ഇൻഷുർഡ് ഇൻ ഫുൾഫിൽമെൻറ്റ് ഓഫ് ഹിസ് പാർട്സ് ഓഫ് ദ കോൺട്രാക്റ്റ് ഈസ് ദ പ്രീമിയം. പ്രീമിയം എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിൻ്റെ ഭാഗം ഫുൾഫിൽമെൻറ്റ് ചെയ്യുന്നതിന് ഇൻഷുറർ നൽകിയ ഒരു പ്രൈസിനെയാണ് നമ്മൾ പ്രീമിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻഡെംനിറ്റി. ദ എമൗണ്ട് പെയ്ഡ് വെൻ എ ലോസ് ഹാസ് ബീൻ ഇൻകേർഡ് ഈസ് ദി ഇൻഡെംനിറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസ് സംഭവിക്കുമ്പോൾ അടച്ച എമൗണ്ടിൻ്റെ ഒരു നഷ്ടപരിഹാരമാണ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് ഇൻഷുറൻസ്. ഫസ്റ്റ് പോയിൻ്റ്, കോൺട്രാക്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കോൺട്രാക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇൻഷുർഡും ഇൻഷുററും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റാണ്. ഒരു എഗ്രിമെൻറ്റിനെ പറയുന്നതാണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ദെൻ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് എന്നത് ഒരു കോൺട്രാക്റ്റ് ആണ്. അത് ഒരു പാർട്ടിയിൽ നിന്ന് മറ്റു പാർട്ടിയുടെ റിസ്ക് ഏറ്റെടുക്കുകയും ഇൻഷുർ ചെയ്ത ആൾക്ക് അല്ലെങ്കിൽ അയാളുടെ നോമിനിക്ക് ഒരു നിശ്ചിത എമൗണ്ട് ഒരു കൺസിഡറേഷനായിട്ട് സംഭവിക്കുമ്പോൾ ഒരു സ്പെസിഫൈഡ് ആയുള്ള എമൗണ്ട് നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു കൺസിഡറേഷനെ നമ്മൾ പ്രീമിയം എന്ന് വിളിക്കുന്നുണ്ട്. നെക്സ്റ്റ്, കോപ്പറേറ്റീവ് എൻഡോവേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം ആളുകൾ അവരുടെ റിസ്ക് ഈ ആവശ്യത്തിനായിട്ട് ഫോം ചെയ്ത ഒരു അസോസിയേഷനായിട്ട് കൈമാറുന്നുണ്ട്. അതുമാത്രമല്ല, അതിനാൽ തന്നെ ഇവിടെ റിസ്കുകൾ പങ്കിടാൻ തയ്യാറായ ധാരാളം വ്യക്തികളുടെ സഹകരണ ശ്രമമാണ്, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് എൻഡോവർ ആണ് ഈ പറയുന്ന ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇവിടെ മെയിനായിട്ട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സഹകരണം, അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് മോണിറ്ററി പോളിസീസ്. പ്രൊട്ടക്ഷൻ ഓഫ് മോണിറ്ററി പോളിസി എന്ന് പറയുകയാണെങ്കിൽ ഇൻഷുറൻസിന് പൂർണ്ണമായിട്ടുള്ള റിസ്കുകൾ മാത്രം ഉൾക്കൊള്ളുകയും, അതായത് എമൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് അളക്കാൻ കഴിയുന്ന റിസ്കുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കും. നെക്സ്റ്റ്,
ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുകയാണെങ്കിൽ ഇൻഷുറൻസിന് എല്ലാ പാർട്ടികളുടെയും ഭാഗത്ത് നിന്ന് ഒരു നല്ല വിശ്വാസം ആവശ്യമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഗുഡ് ഫെയ്ത്ത് എന്നുള്ളത്. നെക്സ്റ്റ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെമിനിറ്റി എന്ന് പറയുകയാണെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് ഒഴികെയുള്ള ഇൻഷുറൻസിൻ്റെ ബാക്കി എല്ലാ കോൺട്രാക്റ്റുകളും ഇൻഡെമിനിറ്റി കോൺട്രാക്റ്റുകളാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നോട്ട് ഗാംബ്ലിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗാംബ്ലിങ് കാരണം റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം നടക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഡെമിനിറ്റി നഷ്ടപ്പെടുന്നുവെന്ന് ഇൻഷുറർക്ക് ഉറപ്പായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസ് എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻസിന് ചോദിക്കുന്നൊരു 4 മാർക്കിനായിട്ടോ അല്ലെങ്കിൽ എസ് ആയിട്ടോ ഒക്കെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നന്നായിട്ട് നോക്കുക. ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസ് ഡിവൈഡഡ് ഇൻറ്റു 2 കാറ്റഗറി, പ്രൈമറി ഫങ്ഷൻസ് ആൻഡ് സെക്കൻഡറി ഫങ്ഷൻസ്. പ്രൈമറി ഫങ്ഷൻസിൽ നമ്മൾ പ്രൊവൈഡിങ് പ്രൊട്ടക്ഷൻസ്, അതുപോലെ തന്നെ കളക്റ്റീവ് റിസ്ക് ബിയറിങ്, ഇവാലുവേറ്റിംഗ് റിസ്ക്, പ്രൊവൈഡ് സർട്ടനിറ്റി. നെക്സ്റ്റ് സെക്കൻഡറി ഫങ്ഷനിലാണെങ്കിൽ പ്രിവെൻറ്റിംഗ് ലോസസ്, കൺവേർട്ടിംഗ് ലാർജർ റിസ്ക് വിത്ത് സ്മാൾ ക്യാപിറ്റൽ, ഹെൽപ്സ് ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ലാർജർ ഇൻഡസ്ട്രീസ്, പ്രൊവൈഡ് ക്യാപിറ്റൽ. ഇനി പ്രൈമറി ഫങ്ഷൻസ് നോക്കാം ഡീറ്റെയിൽഡ് ആയിട്ട്. ഫസ്റ്റ് വൺ പ്രൊവൈഡിംഗ് പ്രൊട്ടക്ഷൻസ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസ് is to provide protection against future risk, accident and uncertainty. ഇവിടെ പറയുന്നത് ഫ്യൂച്ചറിലെ റിസ്കുകൾ, അതുപോലെ തന്നെ അൺസർട്ടൈനിറ്റീസ്, ആക്സിഡൻറ്റ്സ് എന്നിവയിൽ നിന്ന് സെക്യൂർഡ് ആക്കാൻ എന്നിവയിൽ നിന്ന് സംരക്ഷണം നൽകുക എന്നതാണ് ഇത് ഇൻഷുറൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കളക്റ്റീവ് റിസ്ക് ബിയറിങ്. ഇൻഷുറൻസ് ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ടു ഷെയർ ദ ഫിനാൻഷ്യൽ ലോസസ്. ഇറ്റ് ഈസ് എ മീഡിയം ത്രൂ വിച്ച് ഫ്യൂ ലോസസ് ആർ ഡിവൈഡഡ് എമംഗ് ലാർജർ നമ്പർ ഓഫ് പീപ്പിൾസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി ആയ ലോസ് പങ്കിടുന്നതിനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ പറയുന്ന ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇവ വലിയ തോതിലുള്ള ആളുകൾക്കിടയിൽ കുറച്ച് അല്ലെങ്കിൽ ഒരു സ്മോൾ ലോസസ്, ആ ലോസ് ഡിവൈഡ് ചെയ്യുന്ന ഒരു മീഡിയമാണ് ഈ പറയുന്ന ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇവാലുവേറ്റിംഗ് റിസ്ക്. ഇൻഷുറൻസ് പിക്സ് the likely volume of risk by assessing diverse factors that give rise to risk. Risk is the basis for ascertaining the premium rate as well. ഇവാലുവേറ്റിംഗ് റിസ്ക് എന്ന് പറയുകയാണെങ്കിൽ റിസ്ക് സൃഷ്ടിക്കുന്ന വൈവിധ്യമാർന്ന ഘടകങ്ങൾ വിലയിരുത്തി ഇൻഷുറൻസിൻ്റെ റിസ്കുകളുടെ അളവ് നിർണ്ണയിക്കുന്നുണ്ട്. ഇവിടെ പ്രീമിയത്തിൻ്റെ റൈറ്റ് നിർണ്ണയിക്കുന്നതിനുള്ള അടിസ്ഥാന ഒരു റിസ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പ്രൊവൈഡ് സർട്ടൈനിറ്റി. ഇൻഷുറൻസ് ഈസ് എ ഡിവൈസ്. ഇൻഷുറൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ആണ് വിച്ച് അസിസ്റ്റ് ഇൻ ചേഞ്ചിങ് അൺസർട്ടൈനിറ്റി ടു സർട്ടൈനിറ്റി. അൺസർട്ടൈനിറ്റിയിൽ നിന്ന് സർട്ടൈനിറ്റിയിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ പറയുന്ന ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡറി ഫംഗ്ഷൻ്റെ കേസിൽ ഫസ്റ്റ് ഫംഗ്ഷനാണ് പ്രിവെൻറ്റിംഗ് ലോസസ്. ഇൻഷുറൻസ് വാം ഇൻഡിവിജ്വൽ ആൻഡ് ബിസിനസ് മാൻ ടു യൂസ് സ്യൂട്ടബിൾ ഡിവൈസസ് ടു പ്രിവെൻറ്റ് അൺഫോർച്ചുനേറ്റ് ആഫ്റ്റർ എഫക്റ്റ് ഓഫ് ദ റിസ്ക് ബൈ ഒബ്റ്റെയിനിങ് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ്, ഇൻസ്റ്റാളേഷൻസ് ഓഫ് ദ ഓട്ടോമാറ്റിക് സ്പാർക്ലർ ഓർ അലാറം സിസ്റ്റംസ് എക്സെട്രാസ. പ്രിവെൻറ്റിംഗ് ലോസസ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ എന്താണ്, സെക്യൂർഡ് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ച് അപകടകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ഉചിതമായിട്ടുള്ള ഇൻഷുറൻസിന് അത് ഇൻഡിവിജ്വൽക്കും അതുപോലെ തന്നെ ബിസിനസ്സുകാർക്കും മുന്നറിയിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സ്പാർക്ലർ അല്ലെങ്കിൽ അലാറം സിസ്റ്റംസുകൾ തുടങ്ങിയവ ഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ് ഇത് മെയിനായിട്ട് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗം എന്ന് പറയുന്നത്. നെക്സ്റ്റ് കവറിംഗ് ലാർജർ റിസ്ക് വിത്ത് സ്മാൾ ക്യാപിറ്റൽ. ഇൻഷുറൻസ് റിലീവ്സ് ദ ബിസിനസ് മാൻ ഫ്രം സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്. ദിസ് ഈസ് ഡൺ ബൈ പേയിങ് സ്മാൾ എമൗണ്ട് ഓഫ് പ്രീമിയം എഗെയിൻസ്റ്റ് ലാർജർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. ഇവിടെ മെയിനായിട്ട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെക്യൂർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സുകളിൽ നിന്ന് ബിസിനസ്സുകാരെ ഇൻഷുറൻസ് ഒഴിവാക്കുന്നുണ്ട്. അതുമാത്രമല്ല വലിയ തരത്തിലുള്ള അപകട സാധ്യതകളും അതുപോലെ തന്നെ അൺസർട്ടനിറ്റിയും ഇതിനൊക്കെ എതിരെയായിട്ട് ചെറിയൊരു എമൗണ്ട് പ്രീമിയം അടച്ചാണ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് helps in the development of larger industries. Insurance provide an opportunity to develop to those larger industries which have more risk in their setting up. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൂടുതലായിട്ടുള്ള
റിസ്കുകളുള്ള വലിയ ഇൻഡസ്ട്രീസുകൾ ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, പ്രൊവൈഡ് ക്യാപിറ്റൽ. ഇൻഷുറൻസ് പ്രൊവൈഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ നാഷൻ. ദ അക്യുമുലേറ്റഡ് ഫണ്ട് ആർ ഇൻവെസ്റ്റഡ് ഇൻ പ്രൊഡക്റ്റീവ് ചാനൽസ്. ഇൻഷുറൻസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഫിനാൻഷ്യലായിട്ടുള്ള എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കളക്ട് ചെയ്ത ഫണ്ടുകൾ അതുപോലെ തന്നെ പ്രൊഡക്റ്റീവ് ചാനൽസ് ഇതിലൊക്കെ നിക്ഷേപിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ദ റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഷുറൻസ്. റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഷുറൻസ് എക്സ് ആയിട്ടും ഷോർട്ട് എസ് ആയിട്ടും ഒക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നന്നായി നോക്കുക. ഫസ്റ്റ് പോയിന്റ്, provides safety and securities. Insurance provide financial support and reduce the uncertainties in business and human life. It provide the safety and securities against the particular event. There is always a fear of sudden losses. Insurance provide a cover against any sudden losses. ഇവിടെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യലി ആയുള്ള ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുകയും ബിസിനസ്സിലെയും ഹ്യൂമൻ ലൈഫിലെയും അൺസർട്ടൈനിറ്റീസ് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല പ്രത്യേക തരത്തിലുള്ള ഒരു ഇവൻറ്റിനെതിരെയായിട്ട് സെക്യൂരിറ്റിയും അതുപോലെ തന്നെ സേഫ്റ്റിയും ഒക്കെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സഡൻ ലോസ് എന്ന ഒരു ഭയം അത് എല്ലായ്പ്പോഴും ഈ ഒരു ഇൻഷുറൻസിൻ്റെ കേസിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ജനറൽ ഫിനാൻഷ്യൽ റിസോഴ്സസ്. generate financial resources. Insurance generate fund by collecting premiums. These funds are invested in government securities and stock. These funds are gainfully employed in industrial development of a country for generating more fund and utilized for the economic development of the country. ഇവിടെ മെയിനായിട്ട് പറയുന്നത് പ്രീമിയം കളക്ട് ചെയ്ത് ഇൻഷുറൻസ് ഫണ്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഈ ഫണ്ടുകൾ ഗവൺമെൻറ് സെക്യൂരിറ്റികളിലും അതുപോലെ തന്നെ സ്റ്റോക്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ ഫണ്ടുകൾ ഒരു രാജ്യത്തിൻ്റെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്സിന് കൂടുതലായിട്ടുള്ള ഫണ്ട് സൃഷ്ടിക്കുന്നതിനും രാജ്യത്തിൻ്റെ ഫിനാൻഷ്യലി ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സിന് വിനിയോഗിക്കുന്നതിനും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നെക്സ്റ്റ്, life insurance encourages savings. Insurance does not only protect against risk and uncertainties but also provide an investment channel too. Life insurance enables the systematic saving due to payment of regular premiums. Life insurance provides a mode of investment. It develops a habits of saving money by paying premiums. The insured get the lump sum amount at the maturity of the contract. Thus life insurance encourages the savings. ലൈഫ് ഇൻഷുറൻസ് എൻകറേജ് സേവിങ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇൻഷുറൻസിൻ്റെ റിസ്കുകളിൽ നിന്നും അതുപോലെ തന്നെ അൺസർട്ടനിറ്റികളിൽ നിന്നും സേഫ്റ്റി ചെയ്യുക അല്ലെങ്കിൽ അൺസർട്ടനിറ്റികളിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നത് മാത്രമല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചാനലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് റെഗുലറായുള്ള പ്രീമിയം അടയ്ക്കുന്നതിനാൽ ലൈഫ് ഇൻഷുറൻസ് അവിടെ ഒരു പ്രോഫിറ്റ് പ്രാപ്തമാക്കുന്നുണ്ട്. അതുമാത്രമല്ല ലൈഫ് ഇൻഷുറൻസിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രീമിയം അടച്ച് എമൗണ്ട് ലഭിക്കുന്ന ഒരു പോസിബിലിറ്റീസ് ഇവിടെ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല കോൺട്രാക്റ്റിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് അത് പൂർത്തിയാക്കുമ്പോൾ ഇൻഷുറർ ചെയ്തയാൾക്ക് ആകെ എമൗണ്ട് ലഭിക്കുകയും അങ്ങനെ ലൈഫ് ഇൻഷുറൻസിൻ്റെ സേവിങ്സ് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, പ്രൊമോട്ട് എക്കണോമിക് ഗ്രോത്ത്. ഇൻഷുറൻസ് ജനറേറ്റ് സിഗ്നിഫിക്കൻസ് ഇമ്പാക്റ്റ് ഓൺ ദി economy by mobilizing domestic savings. Insurance turn accumulated capital into productive investment. Insurance enable to mitigate loss, financial stability and promote trade and commerce activities. Those result into economic growth and development. Thus insurance plays a crucial role in sustainable growth of an economy. പ്രൊമോട്ട് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുകയാണെങ്കിൽ ഡൊമസ്റ്റിക് എക്കണോമിക് ഡൊമസ്റ്റിക് സേവിങ്സ് മൊബിലൈസ് ചെയ്യുന്നതിലൂടെ ഇൻഷുറൻസിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇൻഷുറൻസ് കളക്ട് ചെയ്ത ക്യാപിറ്റലിൻ്റെ ആ പ്രോഡക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ലോസ് അതുപോലെ തന്നെ ഒരു സാമ്പത്തിക സ്ഥിരത എന്നിവ ലഘൂകരിക്കാനും സാമ്പത്തിക വളർച്ചയിലേക്ക് വികസനത്തിലേക്കും ഇത് വ്യാപിപ്പിക്കുന്ന ഒരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസുകൾ വ്യാപിപ്പിക്കുന്ന ഒരു പ്രവർത്തനം. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസുകൾ പ്രോത്സാഹിപ്പിക്കുക, ഇൻഷുറൻസ് പ്രാപ്തമാക്കുക
പ്രാപ്തമാക്കുക. അതിനാൽ തന്നെ ഇവിടെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഗ്രോത്ത്, ആ ഗ്രോത്ത് എന്താണ്, ഇൻഷുറൻസിന് നിർണായകമായുള്ളൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, മെഡിക്കൽ സപ്പോർട്ട്. മെഡിക്കൽ ഇൻഷുറൻസ് കൺസിഡേർഡ് എസെൻഷ്യൽ ഇൻ മാനേജിങ് റിസ്ക് ഇൻ ഹെൽത്ത്. എനിവൺ ക്യാൻ ബി എ വിക്ടിം ഓഫ് critical illness unexpectedly, and rising medical expenses is a great concern. The medical insurance is one of the insurance policies that cater for different types of health risk. The insured get a medical support in case of the medical insurance policies. ഇവിടെ പറയുന്നത് മെഡിക്കൽ റിസ്ക് അത് കൈകാര്യം ചെയ്യുന്നതിന് അത്യാവശ്യമെന്ന് കരുതുന്ന ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ആണെന്നാണ് പറയുന്നത്. ഇവിടെ അപ്രതീക്ഷിതമായിട്ട് ആരംഭിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ഒരു രോഗത്തിന് ഇരയാവുകയാണെങ്കിൽ അവിടെ എന്താണ്, വർദ്ധിച്ചു വരുന്ന മെഡിക്കൽ കോസ്റ്റ് അത് വളരെയധികം കൺസേൺ ആണെന്നാണ് പറയുന്നത്. കാരണം വ്യത്യസ്ത തരത്തിലുള്ള ആരോഗ്യ അപകട സാധ്യതകൾ നിറവേറ്റുന്ന ഇൻഷുറൻസ് പോളിസിയിലൊന്നാണ് ഈ പറയുന്ന മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഈ മെഡിക്കൽ ഇൻഷുറൻസ് ആ പോളിസിയുടെ കാര്യത്തിൽ ഇൻഷുറർ ചെയ്തയാൾക്കും ഒരു മെഡിക്കൽ പിന്തുണ ലഭിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, സ്പ്രെഡിംഗ് ഓഫ് റിസ്ക്. ഇൻഷുറൻസ് facilitates the spreading of risk from the insured to the insurer. The basic principles of insurance is to spread the risk among a large number of people. A large number of persons get insurance policies and pay the premium to the insurer. Whenever a loss occurs, it is compensated out of the fund of the insurer. സ്പ്രെഡിങ് ഓഫ് റിസ്ക് എന്ന് പറയുകയാണെങ്കിൽ ഇൻഷുർ ചെയ്ത ആളിൽ നിന്ന് ഇൻഷുറർക്ക് റിസ്ക് വ്യാപിപ്പിക്കുന്നതിന് ഇൻഷുറൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഇൻഷുറൻസിൻ്റെ അടിസ്ഥാന പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ധാരാളം ആളുകൾക്കിടയിൽ റിസ്ക് വ്യാപിപ്പിക്കുക എന്നതാണ്. ധാരാളം ആളുകൾക്ക് ഇൻഷുറൻസ് പോളിസികൾ ലഭിക്കുകയും ഇൻഷുറർക്ക് പ്രീമിയം അടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ലോസ് സംഭവിക്കുമ്പോഴെല്ലാം അത് ഇൻഷുററുടെ ഫണ്ടിൽ നിന്ന് എന്താണ് ഇൻഡെംനിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, സോഴ്സ് ഓഫ് കളക്റ്റിംഗ് ഫണ്ട്. ലാർജ് ഫണ്ട് ആർ കളക്റ്റഡ് ബൈ ദ വേ ഓഫ് ദ പ്രീമിയം. ദീസ് ഫണ്ട്സ് ആർ യൂട്ടിലൈസ്ഡ് ഇൻ ദ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി വിച്ച് ആക്സിലറേറ്റ് ദ എക്കണോമിക് ഗ്രോത്ത്. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആർ ഇൻക്രീസ്ഡ് ബൈ സച്ച് ബിഗ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ദസ് ഇൻഷുറൻസ് ആസ് ബിക്കം ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം വഴി വലിയ ഫണ്ടുകൾ ശേഖരിക്കുകയും ഈ ഫണ്ടുകൾ ഒരു രാജ്യത്തിൻ്റെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഫിനാൻഷ്യലി ആയിട്ടുള്ള ഗ്രോത്ത് അത് ത്വരിതപ്പെടുത്തുകയും അത്തരം വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇൻഷുറൻസിന് ക്യാപിറ്റൽ ഫോർമേഷൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോഴ്സസ് ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻഷുറൻസിന് ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ആയിട്ട് ഇതിലൂടെ മാറുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്തതാണ് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസും ഈ പറഞ്ഞ പോലെ തന്നെ എസ്സേ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദർ ആർ ദ 7 ബേസിക് പ്രിൻസിപ്പിൾസ്. ഫസ്റ്റ് വൺ, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, ഇൻഡെംനിറ്റി, സബ്രോഗേഷൻ, പ്രോക്സിമേറ്റ് കോസ, ദെൻ കോൺട്രിബ്യൂഷൻ, മിറ്റിഗേഷൻ ഓഫ് ലോസ്. ഓരോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. എ പേഴ്സൺ ക്യാൻ എൻറ്റർ ഇൻ ടു എ വാലിഡ് കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് ഓൺലി if he has an insurable interest in the object or in the life of insured persons. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സന് സാധ്യതയുള്ള ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ കഴിയുന്നത് അയാൾക്ക് അയാളുടെ വസ്തുവിൽ അല്ലെങ്കിൽ ഇൻഷുർ ചെയ്ത വ്യക്തിയുടെ ലൈഫിൽ ഇൻഷുറൻസിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എ പേഴ്സൺ ഈസ് സാഡ് ടു ഹാവ് എൻ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇൻ ദ പ്രോപ്പർട്ടി ഇഫ് ഹി ഈസ് ഫിനാൻഷ്യലി ബെനിഫിറ്റഡ് ബൈ ഇറ്റ്സ് എക്സിസ്റ്റൻസ് ആൻഡ് ഈസ് സഫേർഡ് എ ലോസസ് ബൈ നോൺ എക്സിസ്റ്റൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഴ്സണ് അതിൻ്റെ നിലനിൽപ്പിന് ഫിനാൻഷ്യലി ആയിട്ടുള്ള നേട്ടം ഉണ്ടാവുകയും അതിലൂടെ തന്നെ അവരുടെ അസ്തിത്വം ഇല്ലാത്തതിനാൽ അവർക്ക് ലോസ് അനുഭവിക്കുകയും ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്നുവെങ്കിൽ ഒരു വ്യക്തിക്ക് അവരുടെ പ്രോപ്പർട്ടി ഇൻഷുറൻസ് നിന്നും ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയപ്പെടുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസ് ഈസ് ബേസ്ഡ് ഓൺ ഗുഡ് ഫെയ്ത്ത്. ഈ കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസ് മെയിനായിട്ട് ബേസ് ചെയ്യുന്നത് ഗുഡ് ഫെയ്ത്ത് ആണ്. നല്ലൊരു വിശ്വാസത്തെയാണ് മെയിനായിട്ട് ഈ കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസ് ബേസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ ബൈ ഗുഡ് ഫെയ്ത്ത് വി മീൻ ആബ്സെൻസ് ഓഫ് ഫ്രോഡ് ഓർ ഡിസൈറ്റ് ഓൺ ദ പാർട്ട് ഓഫ് ദ പാർട്ടീസ് ടു ദ കോൺട്രാക്ട്സ്.
ഈ ഗുഡ് ഫെയ്ത്ത് എന്നതിനെ അർത്ഥമാക്കുന്നത് കോൺട്രാക്റ്റിലെ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഫ്രോഡോ അല്ലെങ്കിൽ ഡിസൈറ്റ് പെർഫോമൻസോ എന്തെങ്കിലും ഉണ്ടാക്കുന്ന ഒരു അഭാവം മൂലമാണ് ഇവിടെ എന്താണ് ഗുഡ് ഫെയ്ത്ത് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ബോത്ത് ദ പാർട്ടീസ് ടു ദ കോൺട്രാക്ട് ആർ required to observe the good faith and should disclose the every material fact known to them. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിലെ രണ്ട് പാർട്ടീസുകളും അവർ തമ്മിലുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ഗുഡ് ഫെയ്ത്ത് അത് പാലിക്കേണ്ടതുണ്ട്. അവർക്ക് അറിയാവുന്ന എല്ലാ തരത്തിലുള്ള മെറ്റീരിയൽ ഫാക്റ്റുകളും ഇതിൽ വെളിപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ഇതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. നെക്സ്റ്റ് വൺ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഡെംനിറ്റി. ഇൻഡെംനിറ്റി മീൻസ് ടു മേക്ക് ഗുഡ്സ് ദ ലോസ് ആൻഡ് നത്തിങ് മോർ ദാൻ ആക്ച്വൽ ലോസ്. ഇവിടെ പറയുന്നത് ഇൻഡെംനിറ്റി അഥവാ നഷ്ടപരിഹാരം എന്നാൽ എന്തെങ്കിലും തരത്തിലുള്ള ബെറ്റർ ആയിട്ടുള്ള ലോസ് വരുത്തുക, അത് ആക്ച്വൽ ലോസ് എന്നതിലുപരി മറ്റൊരു തരത്തിലുള്ള ചേഞ്ചസും അവിടെ സംഭവിക്കുന്നില്ല. ഓൾ ദ കോൺട്രാക്ട്സ് ഓഫ് ഇൻഷുറൻസ് എക്സെപ്റ്റ് ലൈഫ് ഇൻഷുറൻസ് ആർ ദ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റീസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് ഒഴികെയുള്ള ഇൻഷുറൻസിൻ്റെ എല്ലാ കോൺട്രാക്റ്റുകളും ഈ ഇൻഡെംനിറ്റീൻ്റെ ഒരു കോൺട്രാക്റ്റുകളാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ദ ഇൻഷുർഡ് ആക്ച്വൽ ലോസസ് ഈസ് ഇൻഡെംനിഫൈഡ് ഓൺ ദ ഒക്കുറൻസ് ഓഫ് സർട്ടൻ ഇവൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ഇൻഷുർ ചെയ്ത് യഥാർത്ഥ അല്ലെങ്കിൽ ആക്ച്വലായുള്ള ലോസ് അത് ചില സംഭവങ്ങളുടെ ഒരു ഇൻഡെംനിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് സബ്രോഗേഷൻ. ദ പ്രിൻസിപ്പിൾ ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് ദ ഡോക്ട്രീൻ ഓഫ് റൈറ്റ്സ് സബ്സ്റ്റിറ്റ്യൂഷൻസ് വിച്ച് മീൻസ് ദാറ്റ് ദ ഇൻഷുറർ സ്റ്റെപ്സ് ഇൻ ടു ദ ഷൂസ് ഓഫ് ദ ഇൻഷുർഡ് ആഫ്റ്റർ സെറ്റിംഗ് ദ ക്ലെയിം ഓർ ആഫ്റ്റർ കോമ്പൻസേറ്റിംഗ് ദ ലോസസ്. ഈ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് അവരുടെ ഡോക്ട്രിൻ ഓഫ് റൈറ്റ്സ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻസ് എന്നൊരു ഡോക്യുമെൻ്റ് പ്രകാരം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ ക്ലെയിം പരിഹരിച്ചതിന് ശേഷം ലോസ് നികത്തിയതിനു ശേഷമോ ഇൻഷുർ ചെയ്തയാളുടെ ഷൂസിലേക്ക് കാലെടുത്ത് വെക്കുന്നു എന്നാണ് ഈ ഒരു പ്രിൻസിപ്പിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ദ റൈറ്റ്സ് ഓഫ് ഓണർഷിപ്പ് ഓഫ് അഫക്റ്റഡ് പ്രോപ്പർട്ടി പാസസ് ഓൺ ദി ഇൻഷുറർ ഫ്രം ഇൻഷുർഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ലാബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസിൻ്റെ ഉടമസ്ഥത അവകാശം ഇൻഷുർ ചെയ്തയാളിൽ നിന്ന് ഇൻഷുറർക്ക് കൈമാറുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോക്സിമേറ്റ് കോസ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടേം പ്രോക്സിമേറ്റ് കോസസ് ഈസ് എ ലാറ്റിൻ വേർഡ് വിച്ച് ദ മീൻസ് നിയറസ്റ്റ് ഓർ ഇമ്മീഡിയറ്റ് കോസ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോക്സിമേറ്റ് കോസ എന്ന ലാറ്റിൻ വേർഡാണ്. ആ ലാറ്റിൻ വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തത് നിയറസ്റ്റ് ഓർ ഇമ്മീഡിയറ്റ് കോസ എന്നാണ്. ഇൻ കേസ് loss is occurred due to more than one causes, then according to this principle the nearest on the direct causes to losses is to be considered as the actual causes of the losses, not the remote causes. ഇവിടെ ഒന്നിൽ കൂടുതൽ കാരണങ്ങളാൽ ലോസ് സംഭവിക്കുന്നുവെങ്കിൽ ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് ലോസിൻ്റെ ഏറ്റവും അടുത്ത അല്ലെങ്കിൽ നേരിട്ടുള്ള ഒരു കാരണം അതിൻ്റെ ലോസിൻ്റെ യഥാർത്ഥ കാരണവുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധമില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, principles of contribution. Sometimes a person gets subject matter insured with more than one insurer called the double insurance, whereby the event of damages he can not claim anything more than the total losses from all insurers together. പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ ചില ടൈമുകളിൽ ഒരാൾക്ക് ഇൻഷുറൻസ് എന്ന് വിളിക്കുന്നത് ഒന്നിലധികം ഇൻഷുറർമാരുമായിട്ട് ഇൻഷുർ ചെയ്ത ഒരു സബ്ജക്റ്റ് മാറ്റർ ലഭിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചാൽ എല്ലാ ഇൻഷുറൻസ് മാലിൽ നിന്നുമുള്ള ഒരു മൊത്തം ലോസിനേക്കാൾ കൂടുതലായിട്ട് ഒന്നും ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. ഇൻ സച്ച് കേസസ് ദ ടോട്ടൽ ലോസ് സഫേർഡ് ബൈ ദി insured is contributed by a different insurance in the ratio of the value of policies issued by them for the same subject matter. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം ഒരു സാഹചര്യത്തിൽ ഇൻഷുർ ചെയ്തയാൾ അനുഭവിക്കുന്ന മൊത്തം നഷ്ടം അല്ലെങ്കിൽ മൊത്തം ലോസ് അത് ഒരേ ഇൻഷുറൻസിനായിട്ട് ഇഷ്യൂ ചെയ്യുന്ന പോളിസികളുടെ വാല്യൂവിൻ്റെ റേഷ്യോസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഇൻഷുറർക്ക് സംഭാവന ചെയ്യുകയും ചെയ്യുന്നുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യുക. അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രിബ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മിറ്റിഗേഷൻ ഓഫ് ലോസ്. മിറ്റിഗേഷൻ ഓഫ് ലോസ് മീൻസ് ടു മിനിമൈസ് ഓർ ഡിക്രീസ് ദ സെവറിറ്റി ഓഫ് ലോസസ്.
മിറ്റിഗേഷനോ ലോസ് എന്നാൽ ലോസിൻ്റെ തീവ്രത കുറയ്ക്കുകയോ എന്നതാണ് ഈ മിറ്റിഗേഷനോ ലോസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വെൻ എവർ ദ ലോസ് ഒക്വർ, it is the duty of the insured to take all reasonable steps to minimize the losses as would have been taken by any person who is not insured. ഇവിടെ ലോസ് സംഭവിക്കുമ്പോഴെല്ലാം ഇൻഷുർ ചെയ്യാത്ത ഏതൊരു വ്യക്തിയും അവർ എടുത്തിരുന്നത് പോലെ തന്നെ ലോസ് കുറയ്ക്കുന്നതിന് ന്യായമായിട്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സുകളും സ്വീകരിക്കേണ്ടത് ഇൻഷുർ ചെയ്ത വ്യക്തിയുടെ ഒരു കടമയാണ് എന്നാണ് പറയുന്നത്. ആസ് സച്ച് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി ഇൻഷുർഡ് ടു ആക്ട് ടു മിനിമൈസ് ദ ലോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ലോസ് കുറയ്ക്കുന്നതിന് അതിൻ്റെ ഉള്ള ആക്ടിവിറ്റീസുകൾ അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടത് ഇൻഷുർ ചെയ്ത വ്യക്തിയുടെ കടമയാണ് എന്നാണ് പറയുന്നത്. ലോസ് കുറയ്ക്കുന്നതിന് അതിലൂടെ അതിൻ്റെ ആക്ടിവിറ്റീസ് പ്രവർത്തിപ്പിക്കേണ്ടത് ഇൻഷുർ ചെയ്ത വ്യക്തിയുടെ കടമ അല്ലെങ്കിൽ ഡ്യൂട്ടിയാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് അടുത്തതാണ് ഇൻഷുറൻസ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഫസ്റ്റ് വൺ, ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ്സ്. സാമ്പത്തികമായ ഡെവലപ്മെൻറ്റ്സിന് ഏറ്റവും അനുയോജ്യമായത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നാണ് പറയുന്നത്. പ്രൊവൈഡിങ് ക്യാപിറ്റൽ, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് അതർ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് മറ്റ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സിനും ക്യാപിറ്റലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ബെനിഫിറ്റ് ഓഫ് ഇൻഷുറൻസ് ടു ബിസിനസ് ആൻഡ് ട്രേഡ്. ബിസിനസ്സിനും ട്രേഡിനും ഇൻഷുറൻസിൻ്റെ പ്രയോജനങ്ങൾ കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, കമ്പനീസ് ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം ദ കോൺസിക്വൻസ് ഓഫ് ദ ലോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസിൻ്റെ കോൺസിക്വൻസുകളിൽ നിന്ന് കമ്പനികളെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, എൻകറേജ് ദ ബിസിനസ് മാൻ ടു ഇൻവെസ്റ്റ് ഫ്രീലി ആൻഡ് ബിസിനസ് എൻ്റർപ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് എൻ്റർപ്രൈസിൽ നിന്ന് സ്വതന്ത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ബിസിനസ്സുകാരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, റൂട്ടീൻ ഫോർ ലോങ് ടേം വെൽത്ത് ക്രിയേഷൻ. റൂട്ടീൻ 4 ആണ്, അത് നമ്മൾ ടൈപ്പിംഗ് മിസ്റ്റേക്കിൽ വന്ന മിസ്റ്റേക്കാണ്. ഇവിടെ ഡേ ടു ഡേ ആയിട്ട് നമ്മൾ എന്താണ് ലോങ് ടേം വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇൻഷുറൻസ് സർവ് എ നമ്പർ ഓഫ് വാല്യുവബിൾ എക്കണോമിക് ഫങ്ഷൻസ്. ഇവിടെ പറയുന്ന വാല്യുബിൾ ആയിട്ടുള്ള നിരവധി എക്കണോമിക് ആയുള്ള ഫങ്ഷൻസുകൾ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻഷുറൻസ് കോൺട്രിബ്യൂട്ട് പോസിറ്റീവ്ലി ടു എക്കണോമിക് ഗ്രോത്ത് എന്ന് വെച്ചാൽ എക്കണോമിക് ഗ്രോത്തിന് ഇൻഷുറൻസ് ഒരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, സ്ട്രോങ് കോംപ്ലിമെൻ്ററി ബിറ്റ്വീൻ ദ ഇൻഷുറൻസ് ആൻഡ് ബാങ്കിങ്സ് എന്ന് വെച്ചാൽ ഇൻഷുറൻസും ബാങ്കിങ്ങും തമ്മിലുള്ള ഒരു കോംപ്ലിമെൻ്റ് അത് സ്ട്രോങ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻഷുറൻസ് എനേബിൾ ദ റിസ്ക് അവേഴ്സ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഓൺട്രപ്രണേഴ്സ് ടു അണ്ടർടേക്ക് ദ ഹയർ റിസ്ക് എന്ന് വെച്ചാൽ ഹയർ റിസ്കിനുള്ള ഏറ്റെടുക്കൽ, അതുപോലെ തന്നെ അതിൽ വരുന്ന റിസ്കുകളില്ലാത്ത വ്യക്തികളെയും അതുപോലെ തന്നെ ഓൺട്രപ്രണേഴ്സിനെയും ഇൻഷുറൻസ് ആയിട്ട് പ്രാപ്തമാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 10 പോയിന്റ് നിങ്ങൾ പഠിച്ച് വെക്കുക, എന്തെങ്കിലും ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻസ് കൂടി അതിലൂടെ പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ഇൻഷുറൻസ്. അഡ്വാൻറ്റേജസ് ഓഫ് ഇൻഷുറൻസിൽ ഫസ്റ്റ് വൺ, അഷ്യൂറൻസ് ഓഫ് ഫിനാൻഷ്യൽ കോമ്പൻസേഷൻ. ഇൻഷുറൻസിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുകയാണെങ്കിൽ ഫിനാൻഷ്യലി ആയിട്ടുള്ള കോമ്പൻസേഷൻസിന് ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. എന്തിൻ്റെ കേസിലാണ് അതിൻ്റെ മെയിനായുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ പാർട്ടീസിന് ആ കോമ്പൻസേഷൻ ഫിനാൻഷ്യലി ആയിട്ട് കൊടുക്കും എന്നുള്ളൊരു ഉറപ്പ് അവിടെ കൊടുക്കുന്നുണ്ട്. റിഡക്ഷൻ ഓഫ് റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് കുറയ്ക്കുക. നെക്സ്റ്റ്, എൻകറേജ്മെൻറ്റ് ഇൻ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സിന് എൻകറേജ്മെൻറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ പ്രൊമോട്ട് ടു സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അത് തന്നെ ബേസിസ് ഓഫ് ക്രെഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രെഡിറ്റിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ ക്രെഡിറ്റിൻ്റെ ഒരു ബേസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ മെയിൻറ്റെയിൻ ദ എക്കണോമിക് സ്റ്റെബിലിറ്റി, എക്കണോമിക്കിൻ്റെ ഒരു സ്ഥിരത, സാമ്പത്തികമായുള്ള സ്ഥിരത നിലനിർത്തുക. അതുപോലെ തന്നെ പ്രൊമോഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്, ബിസിനസ്സിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക. ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇൻഷുറൻസ്. Insurance leads to negligence as the insured feel that he or she can be compensated for any losses or damages. ഇവിടുത്തെ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ലോസ് അല്ലെങ്കിൽ ഇൻഡെമിനിറ്റി പ്രൊവൈഡ് ചെയ്യാമെന്ന് ഇൻഷുർ ചെയ്ത ആൾ കരുതുന്നതിനാൽ ഇൻഷുറൻസിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നെഗ്ലിജൻസ്
ആ നെഗ്ലിജൻസിലേക്ക് അത് നയിക്കുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇൻഷുറൻസ് കമ്പനീസ് ഡു നോട്ട് മേക്ക് ദ കോമ്പൻസേഷൻ പ്രോംപ്റ്റ്ലി ഓൺ മെച്യൂരിറ്റി ഓഫ് ദ പോളിസി ഓർ ഫോർ ദ ഫിനാൻഷ്യൽ ലോസസ് ആസ് ദ എക്സ്പെക്ടേഷൻ ഓഫ് ദി ഇൻഷുർഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോളിസിയുടെ മെച്യൂരിറ്റി പീരീഡ് പൂർത്തിയാക്കുമ്പോഴോ അല്ലെങ്കിൽ ഇൻഷുർ ചെയ്തയാളുടെ പ്രതീക്ഷയായിട്ട് സാമ്പത്തികമായുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലോസ് മൂലമോ അല്ലെങ്കിൽ ലോസ് മൂലമോ ഇൻഷുറൻസ് കമ്പനികൾക്ക് നഷ്ടപരിഹാരം അഥവാ ഇൻഡെംനിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല. നെക്സ്റ്റ്, ഇറ്റ് മേ ലീഡ് ടു ദി ക്രൈംസ് ഇൻ ദി സൊസൈറ്റി ആസ് ദ ബെനിഫിഷ്യറീസ് ഓഫ് ദ പോളിസീസ് മേ ബി ടെംപ്റ്റഡ് ടു കമ്മിറ്റ് ക്രൈം ടു റിസീവ് ദ ഇൻഷുർഡ് എമൗണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിസിയുടെ എല്ലാ ബെനിഫിഷ്യറീസും അത് ഇൻഷുർ ചെയ്ത എമൗണ്ട് സ്വീകരിക്കുന്നതിന് അതിൽ വല്ല തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രലോഭിച്ചേക്കാം എന്നാണ് പറയുന്നത്. എന്നതിനാൽ തന്നെ ഇത് സൊസൈറ്റിയിൽ അവരുടെ ആ ക്രൈംസുകളിലേക്ക് നയിച്ചേക്കാം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, although insurance encourages the savings, it does not provide the facilities that are provided by bank. ഇൻഷുറൻസ് സേവിങ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഫെസിലിറ്റീസുകളും ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. ഒന്നാമത്തെ, ഇൻഡെംനിറ്റി എന്താണ് 2019 ചോദിച്ചതാണ്. കോസ് ഓഫ് പ്രോക്സിമ എന്താണ് 2019 ചോദിച്ചാണ്. കോസ് ഓഫ് പ്രോക്സിമ എന്ന് പറഞ്ഞാൽ പ്രോക്സിമേറ്റ് കോസ അത് തന്നെയാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ഇൻഷുറൻസ്, എക്സ്പ്ലെയിൻ ദ റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഷുറൻസ്. 2019-18 എസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഇൻഷുറൻസ് പ്രീമിയം 2017 എന്താണ് ഇൻഷുറൻസ് പ്രീമിയം ചോദിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൽസ് ഓഫ് ഇൻഷുറൻസ് 2017 എസ് എ ക്വസ്റ്റ്യൻ ആയി ചോദിച്ചതാണ്. ബെനഫിറ്റ്സ് ഓഫ് ഇൻഷുറൻസ് 4 മാർക്കിന് 2018 ചോദിച്ചതാണ്. അപ്പോൾ ഇത്ര പാർട്ടാണ് നമ്മൾ ഈ ഇൻഷുറൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ അടുത്ത വീഡിയോസിൽ നമ്മൾ ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളും ഇൻഷുറൻസിനെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതോടെ നമ്മുടെ ചാപ്റ്റേഴ്സ് അടുത്ത വീഡിയോയിലൂടെ കൂടി നമ്മുടെ ഈ ഒരു ഇൻഷുറൻസ്, ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എന്ന പോർഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും തീർന്നു. ഇനി നമുക്ക് എന്താണ് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ആൻസർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് ഇൻഷുറൻസിൻ്റെ പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഈ പറഞ്ഞതല്ല. ഇനി അടുത്ത വീഡിയോസിൽ നമ്മൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ അത് എന്താണ് പറഞ്ഞു തരാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.